എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നോർമൽ ഒരു MTB സൈക്കിൾ ഡ്രിഫ്റ്റിംഗ് സൈക്കിളാക്കി മാറ്റണോ എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യണം, കാശുള്ള പരിപാടിയാണെന്ന്. അതിൽ കുറേ ആൾക്കാർ യെസ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു, ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ യെസ് പറഞ്ഞാൽ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സോ ഇന്ന് നമ്മൾ ആക്ച്വലി ആ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതിന് വേണ്ടി നമ്മൾ നമ്മുടെ സൈക്കിളും കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാറിൻ്റെ സെൻക്യൂട്ടിൻ 1 എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടയർ നിങ്ങൾ നോക്കി നോക്കിയേ, മാക്സിസിൻ്റെ ടയറാണ് ഇതിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാം മാക്സിസിൻ്റെ ടയർ. ഇവിടെ ഈ മാക്സിസിൻ്റെ ടയർ നമുക്ക് ഈ സാധനം ഇന്ത്യയിൽ സാധനം കിട്ടില്ല. മാക്സിസിൻ്റെ ടയർ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് ഇല്ല. ഈ ഒരു മോഡൽ മിനിയൻ DHF എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല. ഞാൻ നേപ്പാൾ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ബാംഗ്ലൂർ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോറി, കേരളത്തിൽ അവൈലബിൾ അല്ല കേട്ടോ. ഈശ്വര, ഓരോ ട്രോള് വരാൻ പോണ വഴികളെ. അപ്പോൾ കേരളത്തിൽ ഈ സാധനം അവൈലബിൾ അല്ല. ബാംഗ്ലൂർ കണ്ടിട്ടുണ്ടായിരുന്നു, നേപ്പാൾ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ 1-2 എവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഈ ഒരു മോഡലില്ല. സോ ഇന്ന് നമ്മൾ ആക്ച്വലി ഈ ഒരു സൈക്കിള് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്, ഡ്രിഫ്റ്റിംഗ് സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. നോർമൽ ഒരു MTB. അതിന് ഞാൻ ചിലവാക്കുന്ന പണം എന്നുള്ളത് ഒരു നല്ലൊരു ടയറാണ് ഗൈസ്. നല്ലൊരു ടയറിൻ്റെ കാശാണ് ഞാൻ ഇന്ന് ചിലവാക്കാൻ പോണത്. അപ്പോൾ ദേ നമ്മുടെ ഇലക്ട്രിക് സൈക്കിളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും ഈ സാധനം നമ്മൾ ഡ്രിഫ്റ്റിംഗ് സൈക്കിളാക്കിയത്, ഇലക്ട്രിക് സൈക്കിള്. പക്ഷേ നമ്മൾ ഇന്ന് ഇലക്ട്രിക് സൈക്കിളല്ല ഇത് ഡ്രിഫ്റ്റിംഗ് സൈക്കിളാക്കാൻ പോണത്, ഡ്രിഫ്റ്റ് ചെയ്യാൻ പോണത്. ഇതാണ് നമ്മൾ ഇന്ന് ചിലവാക്കാൻ പോകുന്ന ഇത് കേട്ടോ. നല്ല 2 ടയറാണ്. ഈ 2 ടയർ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ കേട്ടോ. കാരണം നമുക്ക് ഈ സംഭവം ഒറ്റൊരു ടയർ, ഇതിൻ്റെ കോല ഞാൻ കാട്ടിത്തരാം. നമ്മളത് ഡാമേജ് ആയതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റിയതാണ് കേട്ടോ. അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സൈഡിലത്തെ സൈഡ് വാളിലത്തെ ഇതുകളും കാര്യങ്ങളൊക്കെ, നൂലും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ഞാൻ ചെയ്ത് കാട്ടിത്തരാം. ഇതേ ടയർ ഞാനൊരു ക്ലോസർ ലുക്ക് കാട്ടിത്തരാം. നമ്മളൊന്നും ആവശ്യമില്ല, നശിപ്പിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാട്ടിത്തരാം. ഇതാണ് അതിൻ്റെ ടയറിൻ്റെ കോലം വരുന്നത്. ഞാൻ മുന്നത്തിൽ കണ്ടു. ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സൈഡിലൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ മോശമായിട്ടുള്ള ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നോക്കിയേ, കണ്ട ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. നടുവിലത്തെ ഈ ഒരു ത്രെഡ് മാത്രമാണ് പോയിട്ടുള്ളൂ കേട്ടോ. ഈ നടുവിലത്തെ ത്രെഡൊക്കെ കുറച്ച് പോയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ദേ നമുക്ക് ഇങ്ങനൊരു ഐഡിയ കിട്ടി. സോ ഈ ഒരു ടയറാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഒരു ഡ്രിഫ്റ്റിംഗ് സൈക്കിളാക്കിയിട്ട് MTBനെ മാറ്റാൻ പോകണം കേട്ടോ. അതിനെക്കാട്ടും മുന്നായിട്ട് നമുക്ക് ഈ ടയർ മാറ്റിയിടണം. ഇത് നമുക്ക് കുറച്ച് കിട്ടാൻ അവൈലബിലിറ്റി പാടുള്ള ടയർ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പഴയ ടയർ ഇടണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബൈക്ക് ആദ്യം ഇതിൻ്റെ എയർ പ്രഷറും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ടയർ മാത്രമാണ് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ബാക്ക് ടയറാണല്ലോ നമുക്ക് ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മാക്സിസിൻ്റെ ഈ സാധനത്തിൻ്റെ എയർ ഒന്ന് കളയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമാകട്ടെ ഇതിൻ്റെ എയർ കളയാന്നുള്ളത്. നോക്കിയേ, ഫുൾ എയർ കളയണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ദൈവം കൂട്ടുകാരന്മാർക്കൊക്കെ ഡെങ്കിപ്പനിയാണ്. ഇനി കൊതു കുത്തി കഴിഞ്ഞാൽ ഡെങ്കിപ്പനി വരും. സോ എയർ ഫുള്ള് കളയണം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ സാധനം എടുക്കാൻ പറ്റും കേട്ടോ. ടയറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. സോ നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാൻ. ശരിക്കും ഈ ഒരു ടയർ ഇടണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇതുണ്ട് കേട്ടോ. റൊട്ടേഷൻ കറക്റ്റായിട്ട് വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ സാധനം ഡ്രിഫ്റ്റിംഗ് സൈക്കിൾ ആക്കുന്നതുകൊണ്ട് നമ്മൾ ഏത് സൈഡിലേക്കാണെന്നുള്ളത് നോക്കണില്ല കേട്ടോ. ജസ്റ്റ് ഒരു ടയർ എടുത്തിട്ട് നമ്മൾ വെറുതെ ഇടണുള്ളൂ. കാരണം നമുക്കത് ഏത് റൊട്ടേഷനിലേക്ക് തിരിഞ്ഞാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടുത്തെ ഏരോ മാർക്ക് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. ഏരോ മാർക്ക് ഈ സൈഡിലൊരു ഏരോ മാർക്ക് ഉണ്ടാവും. ആ ഏരോ മാർക്ക് നോക്കിയിട്ട് വേണം ഈ സാധനം ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏരോ മാർക്ക് എവിടെയാണെന്ന് എനിക്ക് കാണുന്നില്ല. അതെ, ഇവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട് കേട്ടോ. ടയർ ഏരോ മാർക്ക് ഇങ്ങോട്ടാണ്. അപ്പോൾ ടയർ ഇങ്ങോട്ട് തിരിയണം, ഫ്രണ്ടിലോട്ട്. അങ്ങനെ നോക്കണം. അപ്പോൾ അങ്ങനെ വേണം ഇടാൻ വേണ്ടിയിട്ട് ടയർ ഇടാൻ. അല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൊട്ടേഷൻ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ.
ഗൈസ്, ഇനി നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാൻ പോവാനുണ്ട്. ആക്ച്വലി ഇത് നമ്മളെ നോർമൽ പമ്പാണ്, ഹാൻഡ് പമ്പാണ്, ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിയത്. ഇതാണ് അതിൻ്റെ ഇത് വരണത്. ഇത് ഇവിടെ വെച്ചിട്ട് വേണം ഈ സാധനം പമ്പ് എയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ എടുക്കുന്നത് പ്രിസ്റ്റ വാൽവാണ്. വാൽവ് ഷ്രൈഡർ വാൽവ്, പ്രിസ്റ്റ വാൽവ്, ഡൺലോപ്പ് വാൽവ്, അങ്ങനെ 3-4 വാൽവുകൾ ഉണ്ട്. അതിൽ പ്രിസ്റ്റ വാൽവാണ് എനിക്ക് കിടക്കുന്നത്. പ്രിസ്റ്റ വാൽവിലിടുന്ന കൺവേർട്ടർ, ഷ്രൈഡറിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്ന ചെറിയൊരു നോബ് ഉണ്ട്. ആ ഒരു നോബ് എൻ്റെ നിലത്ത് മിസ്സായി. ഒരു 1-2 മാസമായിട്ടുണ്ട്. അത് കണ്ടു കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഡെക്കാത്ലോണിൽ പോയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു ഡെക്കാത്ലോണിൽ. അപ്പോൾ അവർ പറഞ്ഞു 300 രൂപയാണ് ഇതിൻ്റെ കൺവേർട്ടറും അതുപോലെ തന്നെ ഈ ഒരു ഓസിനും 3 കൺവേർട്ടറും വരും ഈ ഒരു ഓസിനും. അതായത് 400 രൂപ വരും. 400 രൂപയ്ക്കാണ് ഞാൻ ഈ പമ്പ് വാങ്ങിയത്. അപ്പോൾ നഷ്ടമാണ് എനിക്ക് വീണ്ടും 400 രൂപ ചെയ്യാനുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഡെക്കാത്ലോണിൽ പോയിട്ട് വേറൊരു സംഭവം വാങ്ങി 250 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു കൺവേർട്ടർ കേട്ടോ. ഇങ്ങനത്തെ ഒരു കൺവേർട്ടർ വാങ്ങി. അപ്പോൾ പറഞ്ഞു ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യുക, കൂടുതലൊരു വഴിയാണ്. കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ എയർ അടിക്കാൻ നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. സാധനം നമ്മുടെ കയ്യിൽ പമ്പിൻ്റെ കൺവേർട്ടർ ഇല്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കട്ട് ചെയ്തിട്ട് നോക്കി നോക്കട്ടെ. അല്ലെങ്കിൽ ഇത് റിട്ടേൺ കൊടുത്തിട്ട് 400 രൂപ കൊടുത്തിട്ട് ആ കൺവേർട്ടർ വാങ്ങേണ്ടി വരും കേട്ടോ. അതിന് 200 രൂപ ലാഭിക്കാൻ നോക്കണതാണ്. പറ്റൂലെന്ന് നോക്കി നോക്കാം. ആ ഒരു ചെറിയൊരു ഓസ് ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത സാധനം ഇതിലേക്ക് എങ്ങനെയും കയറ്റിയിട്ട് എയർ അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ പെടും. മിഷൻ സക്സസ്. ഞാൻ ആ സാധനം കയറ്റി അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് പ്രാക്ടിക്കലി നമ്മൾക്ക് അങ്ങനെയല്ല ഡെക്കാത്ലോൺ തരണത്. പക്ഷെ നമ്മുടെ കുരുട്ട് ബുദ്ധിയിൽ ഞാൻ കുറച്ച് അതിൻ്റെ തുമ്പും കാര്യങ്ങളൊക്കെ ചെത്തിയിട്ട് ഈ സാധനം 100 രൂപ ലാഭം കിട്ടി കേട്ടോ. അതാണ് മെയിനായിട്ട്. 100 രൂപ ലാഭം കിട്ടി. ഇതിന് 200 രൂപ അല്ല, ഇതിന് 300 രൂപ, അതിന് 400 രൂപ ഇതടക്കം വരണത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 5 രൂപയ്ക്ക് ഒരു ആക്സോ ബ്ലേഡും വാങ്ങി സാധനം ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ ഇങ്ങനത്തെ ഈ സാധനം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റണ്ട, ഈ സാധനം ഇത് നിങ്ങളുടെ ഹാൻഡ് പമ്പിൻ്റെ മിസ്സായി കഴിഞ്ഞാൽ നേരെ പോയിട്ട് 400 രൂപയുടെ വാങ്ങണ്ട, 299 രൂപയുടെ സാധനം വാങ്ങിയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി നടക്കും. അതൊരു ഹാക്കാണ്, ഒരു ടിപ്പാണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോട്ടെ. ഇനി നമുക്ക് സൈക്കിൾ ട്രിം ചെയ്ത് തുടങ്ങാം. ഹൗ ടു കൺവേർട്ട് നോർമൽ MTB ടു എ ഡ്രിഫ്റ്റിംഗ് സൈക്കിൾ. ഗൈസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. 6 രൂപ കൊടുത്ത് ആക്സോ ബ്ലേഡ് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ സെൻറ്ററിൽ കണ്ട, സെൻറ്ററിൽ പ്രത്യേകിച്ച് ഗ്രിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഈ സൈഡിലത്തെ ഇത് കണ്ട, ഇത് നമ്മൾ എടുക്കാൻ പോകാണ്ട്. എന്നിട്ടൊരു മൊട്ട ടയർ ആക്കി എടുക്കാൻ പോവാം. മൊട്ട ടയർ ആക്കി എടുത്തതിന് ശേഷം നമ്മളൊന്ന് റൈഡ് ചെയ്ത് നോക്കും അത് സക്സസ്ഫുൾ ആവോ എന്നുള്ളത്. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടി വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഈ ഭാഗങ്ങൾ ഓരോന്നായിട്ട് ട്രിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് ട്രിം ചെയ്ത് കളയണം. എന്നിട്ട് വേണം ഡ്രിഫ്റ്റിംഗ് സൈക്കിളാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ കമൻറ്റ് വരും, ചേട്ടാ എൻ്റെ പണ്ടേ ഡ്രിഫ്റ്റിംഗ് സൈക്കിളാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെയും ഒരു കാലത്ത് ഡ്രിഫ്റ്റിംഗ് സൈക്കിളായിരുന്നു, ടയർ മാറ്റാൻ കാശില്ലാണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ട് കേട്ടോ. സോ നമ്മൾ ഈ സാധനം ഓരോന്നായിട്ട് സാധനം എടുത്ത് കളയണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ആ ഒരു ശരിക്കും ആ ഒരു മൊട്ടയറിയണം. ഇത് റോട്ടിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. ട്രാക്കിലത്തെ കാറും ഇതൊക്കെ ആയിട്ടില്ല, അതുപോലത്തെ ടയറാക്കി എടുക്കണം നമ്മൾ. അങ്ങനെ ഫൈനലി 2 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ നമ്മുടെ സൈക്കിള് ഡ്രിഫ്റ്റിംഗ് സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 6 രൂപയുടെ ബ്ലേഡ് കൊണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ ടയർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ സൈഡ് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ക്ലോസപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം ഫുള്ള് ഗ്രൈൻഡ് ചെയ്തു. ഞാൻ ഇന്നലെ ഇരുന്നിട്ട് ഫുള്ള്, ഞാൻ പഴയ ടയറാണ് അത്
പൊട്ടാറായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സൈഡിൽ വിണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ വിണ്ട് ഇരിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി അതുകൊണ്ടാണ് നമ്മൾ പുതിയ ടയറിലേക്ക് മാക്സിസിലേക്ക് മാറ്റാൻ തന്നെ കാരണം. സോ ഫൈനലി നമ്മുടെ ഈ സാധനം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൈക്ക് ഒരു ഡ്രിഫ്റ്റിംഗ് സൈക്കിളാക്കിയിട്ട് ഇതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം, ഗ്രിപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ PW റോഡ് ആ കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ എന്തായാലും ഡ്രിഫ്റ്റ് ചെയ്ത് പോവില്ല, ഭയങ്കര ഗ്രിപ്പായിരിക്കും. ഗ്രിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കുണ്ടും കുഴി കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ. സോ നമ്മളൊരു ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഗ്രൗണ്ടിലെ ആണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിളും നമ്മൾ ചെയ്തത് കേട്ടോ. സോ നമുക്ക് ഇതിലൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ, സ്കിഡ് ആവുന്നുണ്ടോ എന്നുള്ളത്. മറ്റേ ഗ്രിപ്പുള്ള പോലെ അല്ല കേട്ടോ, ഈ സാധനം സ്കിഡ് ആവുന്നുണ്ട്. ഇതാ നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്. സ്കിഡായിട്ട് വീഴാണ്ടിരുന്നാൽ മതി. സാധനം രസണ്ടാ നോക്കിട്ടാ. ആ സൈഡിലത്തെ ഗ്രിപ്പില്ലാത്ത കാരണേ അമ്മേ ഈ വട്ടം ഫുള്ള് വടിച്ചെടുക്കണം കേട്ടോ. ഈ സൈഡിലത്തെ ഇതുകൊണ്ടില്ലാത്ത കാരണം പിടിച്ചു നിൽക്കണില്ല. അപ്പോൾ തെന്നി പോവാ. അതെ ഈ ഭാഗത്ത് കണ്ട 1 2 3 4 5 ഈ ഭാഗം കണ്ട ഫുള്ള് മൊട്ട ടയറാക്കി. ഇനി നമുക്ക് വേറൊരു പണിയുണ്ട് കേട്ടോ. സോ അതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിൽ ട്രിം ചെയ്ത് കളഞ്ഞ് ഒരുവിധം നമ്മൾ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞു. ഒരു 40% ഗ്രിപ്പ് നമ്മൾ അതിൻ്റെ മേത്ത് നിന്ന് കളഞ്ഞു. ഇനി നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോണത് എൻ്റെ ബുദ്ധിയിൽ ഉദ്ദേശിച്ചതല്ല, സായിപ്പുമാരുടെ ബുദ്ധിയിൽ ഉദ്ദേശിച്ചതാണ്. സാം പിൽഗ്രിം എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഈ ടയറിൻ്റെ മേലെ വെച്ച് ഫുള്ള് വെച്ച് ഓടിക്കുന്ന ചില വേട്ടാവളിയന്മാരുടെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അപ്പോൾ അവർ പ്ലാസ്റ്റിക് ആണ് ചെയ്തത്. പിന്നെ നമ്മുടെ ഡക്ട് ടേപ്പ് എന്ന് പറഞ്ഞിട്ടാ ഇല്ലേ, ഒരു സിൽവർ കളറിൽ ഭയങ്കര പവർ ഉള്ളത്. ഡാഡി പണ്ട് ദുബായിൽ നിന്ന് കൊണ്ടെന്ന് ഓർമ്മയുണ്ട്. ഡക്ട് ടേപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് കിട്ടാല്ലേ, അതിന് നല്ല വിലയാവും. ഇത് നമ്മുടെ ഇൻസുലേഷൻ അല്ലല്ലോ, ബ്രൗൺ ടേപ്പ് മതി. അതെ, ഇൻസുലേഷൻ ടേപ്പ് മറ്റേതാട്ടാ. സോ നമ്മൾ സാധാരണ ബ്രൗൺ ടേപ്പ് ഉണ്ടല്ലോ, ഈ സാധനം നമ്മളിത് ഒന്നും കൂടി ഗ്രിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. ഒട്ടില്ല ജീപ്പിനെ നമ്മള് റോക്കറ്റ് വിട്ടപ്പോ പരീക്ഷണത്തിന്റെ അതേ ആൾ തന്നെയാണ് വീഡിയോയുടെ ബാക്കിൽ നിന്ന് ചെയ്യണത്. സോ നമ്മൾ ഇതൊന്നും കാട്ടിയെടുത്തതാ. നമ്മൾ വീണ്ടും ടയറിൽ ഫുള്ള് ഒട്ടിക്കാണ് കേട്ടോ. കുറച്ച് മണ്ണും ഞാൻ കരുതുന്നത് ഇങ്ങനെയാ ഒട്ടിക്കാണ്. എങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഒട്ടിക്കണേ? നീ ഉദ്ദേശിച്ചത് ഇങ്ങനെയാ? നോക്കി നോക്കാം. സോ അതിങ്ങനെ ഒട്ടിച്ചിട്ട് നോക്കി നോക്കാട്ടാ. ഇതെല്ലാം എൻ്റെ ഒരു കൗതുക, ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഗൈസ്. നമ്മൾ ഈ GTA Vice Cityയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യില്ലേ, അതേ സെയിം സാധനം തന്നെ കേട്ടാ. കുറച്ച് അത് കടന്നു പോയോന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. സോ നമ്മൾ ഈ സാധനം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഗ്രിപ്പ് പോവും കേട്ടോ. ഒരു 90% ഗ്രിപ്പ് പോവും. നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ 90% ഗ്രിപ്പ് പോവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഫുള്ള് ഒട്ടിച്ച് തീർട്ടെ കേട്ടോ ഗൈസ്. ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, സാധനം ഒട്ടിച്ചിട്ടുണ്ട്. നോക്കിയേ, ഫുള്ള് നമ്മൾ ഒട്ടിച്ച് ഫുള്ള് സെലോ ടൈപ്പാണ് കേട്ടോ. സെലോ ടൈപ്പ് എന്നാ പേര്. മറ്റത് ഇൻസുലേഷൻ ടൈപ്പ്, ഇത് സെലോ ടൈപ്പ്. അതെ അല്ലേ? അതെ, ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് സെലോ ടൈപ്പ് ഒട്ടിച്ച് ഫുള്ള് ഗ്രിപ്പ് കളഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ മറ്റേ ഗ്രിപ്പ് മാത്രമേ കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് നോക്കിയാൽ ഫുള്ള് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കളഞ്ഞ് ഇനി നമ്മൾ ഒന്നുകൂടി ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളും ഇതോടുകൂടി ഏകദേശം ഒരു തീരുമാനമാകുമെന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ വേണം കേട്ടോ. നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതുവരെ നമ്മൾ അങ്ങനെ പറയാറില്ല, ജസ്റ്റ് ഇതൊന്ന് ലൈക്ക് ചെയ്യണം. ഇത് 2 ദിവസത്തെ പണിയായിരുന്നു. അതിൻ്റെ ഫുള്ള് ഗ്രിപ്പും കാര്യങ്ങളെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇത് ഒട്ടിക്കാൻ വലിയ പണിയില്ല, പക്ഷേ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. സോ നമ്മൾ ഇതിട്ടിട്ട് നമ്മൾ ഇൻസുലേഷൻ സെലോ ടൈപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ സ്കിഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതില്ലാട്ടാ,
ഇത് ഗ്രിപ്പ് കൂടിയാ എനിക്ക് തോന്നി. എടാ ഇത് ഗ്രിപ്പ് കൂടിയാ ഗ്രിപ്പ് കൂടിയ ഇതിന് ഗ്രിപ്പ് കൂടിയത് കൊണ്ടിട്ടാ. ഇതിനിപ്പോ ഇപ്പൊ ഗ്രിപ്പ് കൂടുതലായത് കൊണ്ടിട്ടാ. നോക്കി നിക്കട്ടാ, ഞാൻ ഒന്ന് കറക്കി കാട്ടിത്തരാം. പക്ഷെ പോണ്ടല്ലേ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഒന്ന് പിടിച്ചിട്ട് നോക്കി നോക്കാം. ആ കേറി കേറി വരുന്നുണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിലാവണുള്ളൂ. ആ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ആവണുള്ളൂ കേട്ടാ. നമ്മള് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ചെളിയും ഇതുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിട്ട് പോരുന്നുണ്ട് കേട്ടോ. നോക്കി നിങ്ങൾ സാധനം ആ പശ കൃത്യമായിട്ട് ഒട്ടാണ്ട് ഒരു അടിപൊളി സാധനമായിരുന്നു ഇത്. പക്ഷെ ഒന്നിനും ഡ്രൈ ആയിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഇതുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ വെള്ളത്തിലാണ് സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചത് കേട്ടോ. അതുകൊണ്ട് ഇതേ നോക്കി വിട്ട് പോന്നു കേട്ടോ. സൈഡിലത്തെ ഭാഗമൊക്കെ വിട്ട് പോന്നിട്ടുണ്ട്. സോ ഇത്ര ഡ്രിഫ്റ്റിങ് തന്നെ ആവണുള്ളൂ കേട്ടോ ഈ സാധനം. എന്തായാലും ഒരു രസമായിരുന്നു അത്. നമ്മുടെ 2 സൈക്കിളും ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. സാധനം കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ട്, അത് ഫുള്ള് കീറിപ്പോയിട്ടുണ്ട് കേട്ടോ. സാധനം ഫുള്ള് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആ സാധനം ഫുള്ള് ഒട്ടിയിരുന്നില്ല കേട്ടോ, അത് പെട്ടെന്ന് ഊരി പോകുന്നു. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഇനി എൻ്റെ മനസ്സിലുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് വെച്ച് ഫുള്ള് കവർ ചെയ്തിട്ടൊരു സംഭവമുണ്ട്. നോ ഞാൻ എത്തിയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു മൈൻഡിലുണ്ട്, അത് സ്റ്റേ ട്യൂൺ. കിടിലൻ വ്ളോഗുകളായിട്ട് നമ്മുടെ ഇതിൽ വരുന്നതാണ്. അടുത്ത മിക്കതൊരു സൊമാറ്റോ വ്ളോഗായിരിക്കും കേട്ടോ. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇതെന്തായാലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.